ഇന്ന് എൻ്റെ ചുട്ടാപ്പിയുടെ ഫേവറേറ്റായ ഫിഷ് ഫ്രൈ ഇവിടെ മേക്ക് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഫിഷ് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു സ്മോൾ ക്വാണ്ടിറ്റി മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് ഹാഫ് ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ടാൽ മതി കേട്ടോ, ഓരോരുത്തർക്കും ഓരോരോ എരിവാണല്ലോ. ഒരു നോർമൽ മീഡിയം എരിവിട്ട് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും കഴിക്കാനായിട്ട്, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടും. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ചുട്ടാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ഫ്രൈ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടി. കുട്ടികൾക്കായാലും കൊടുക്കുമ്പോൾ വയറിന് നല്ല ഇതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നല്ലതാണ്. പിന്നെ കൂടാതെ ഞാൻ സ്പെഷ്യലായിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നത്, പലർക്കും അറിയാമായിരിക്കും, ചിക്കൻ മസാല. ഒരു സ്പെഷ്യൽ സ്മെല്ലും കൂടാതെ ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ പോലെയൊക്കെ തോന്നിക്കാൻ വേണ്ടി ഇത് ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാൻ എപ്പോഴും ഒരു അളന്നൊന്നുമല്ല ഇടുന്നത് കേട്ടോ, ഒരു ഉദ്ദേശം വെച്ചാണ്. അങ്ങനെ ചെറുപ്പത്തിലേ ഇട്ട് ശീലിച്ച കാരണം അങ്ങനെയാണ് ഉപ്പിടുന്നത്. അത് കഴിഞ്ഞ് ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറി ലീവ്സ് ഇടുന്നുണ്ട്. കറി ലീവ്സ്, പിന്നെ കൂടാതെ ചില സമയത്തൊക്കെ നമ്മൾ വെളുത്തുള്ളി ചതച്ച് ആഡ് ചെയ്യാറുണ്ട്. ഒരു നല്ല സ്മെല്ലും ഒരു ടേസ്റ്റൊക്കെ ഒരു ചേഞ്ച് ആയിരിക്കും. ഇനി നന്നായിട്ട് കുഴയ്ക്കുക. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ, കാരണം നമ്മൾ പൊടി ഉപ്പാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉപ്പും ഈ മീനിൽ നമ്മൾ എത്ര വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞാലും ഒരു ചെറിയൊരു നനവ് ഉണ്ടാവും. അതിൻ്റെ ആ ഒരു നനവ് മതി. എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മസാല ശരിക്കും ഫിഷിൽ പിടിക്കാണ്ട് വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ ഫിഷ് നന്നായിട്ട് മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുക്കാം. ഓക്കെ, പാനിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എപ്പോഴും നമുക്ക് കുക്കിങ്ങിന് നല്ലത്. കാരണം കുട്ടികൾക്കൊക്കെ എപ്പോഴും നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അതാണ് നാടൻ വെളിച്ചെണ്ണ എന്ന് ഉദ്ദേശിച്ചത്. പാനിലൊഴിച്ച് കുറച്ച് ചൂടായതിന് ശേഷം മീൻ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കുറച്ച് കറി ലീവ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ 1-2 കറി ലീവ്സും കൂടി ഞാൻ കോക്കനട്ട് ഓയിലിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പകർത്താം. ഒരു വാഴയില വെച്ചിട്ട് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. വെറുതെ ഒരു മോഡിഫിക്കേഷൻ വേണ്ടി വയ്ക്കാനാണ്. കൂടാതെ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം കുറച്ച് പൊടിഞ്ഞു കേട്ടോ, ചൂടോടുകൂടി എടുത്ത ടൈമിലാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചോറ്, ഫിഷ് ഫ്രൈ, മോര് കറി.